ഇപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മുടെ മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ അഭിനയിച്ച ഒരു സിനിമയുടെ ഒരു സീനാണ്. അതെന്ന് വെച്ചാൽ ആ സീനിൽ നിങ്ങൾക്ക് സിനിമ അറിയാമെന്നുള്ളവരാണെങ്കിൽ അറിയാം. ആ സീനിൽ ഒരു മജീഷ്യൻ പുള്ളിക്കാരൻ മാജിക് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു വാക്ക്, ഞാൻ അതിനെ എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സീന് ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞാൻ പ്ലേ ചെയ്തത്. അതിൽ പുള്ളിക്കാരൻ പറയുന്നൊരു വാക്ക് അബ്രാക്കഡാബ്ര. ആക്ച്വലി ഈ ഒരു വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇട്ടായിരുന്നേ. അപ്പോൾ കുറച്ച് പേര് എനിക്കതിന് റിപ്ലൈ ചെയ്തു. അതായത് ഈ വാക്ക് എന്താണെന്ന് അറിഞ്ഞൂടാത്ത കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇതെന്തുവാടാ എഴുതിയിട്ടേക്കുന്നത്, ഈ വാക്കിൻ്റെ അർത്ഥം ഇതെന്തുവാ, നീ ഇതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ ഈ ഒരു വാക്ക് മജീഷ്യൻസ്, മാജിക് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്ന വാക്കാണ് എന്നറിയാമെന്നുള്ള 2-3 പേര് ചോദിച്ചു, നീ എന്തോ മാജിക് പഠിക്കാൻ പോവാണോ, നീ എന്തോ മജീഷ്യനായോ എന്നൊക്കെ ചോദിച്ചു മെസ്സേജ് ഇട്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണം ആ ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അബ്രാക്കഡാബ്ര എന്ന് പറയുന്ന ആ ഒരു വാക്ക് ശരിക്കും പറഞ്ഞ ഒരു ഹീബ്രു വാക്കാണ്. എബ്രായ ഭാഷയിൽ നിന്നും ഉണ്ടായി വന്നൊരു വാക്കാണ്. ഹീബ്രുവിൽ അതിനെ ഏബ്രാക്ക് ഡാബ്രി എന്നാണ് പറയുന്നത്. ആ വാക്കിൽ നിന്ന് രൂപപ്പെട്ട് വന്നൊരു വാക്കാണ് അബ്രാക്കഡാബ്ര. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഐ ക്രിയേറ്റ് ആസ് ഐ സ്പീക്ക്. അതായത് ഞാൻ പറയുന്നത് സംഭവിക്കും, ഞാൻ പറയുന്നത് അത് പുതുതായി രൂപപ്പെട്ട് വരും, അത് ഉളവായി വരും. അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ബൈബിളിൽ ഈ വാക്ക് കൊടുത്തിട്ടുണ്ട്. എവിടെയെന്ന് വെച്ചാൽ ഉൽപ്പത്തിയിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം സകലത സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, അതൊക്കെ നമുക്ക് കാണാം. ഇതിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം തന്നെ ദൈവം വാക്കിനാൽ സൃഷ്ടിച്ചതാണ്. അതായത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. അങ്ങനെ സകലതും ദൈവം വാക്കിനാൽ സൃഷ്ടിച്ചതാണ്. ഇതാണ് അബ്രാക്കഡാബ്ര. ഈ ഒരു പ്രോസസ്സിനെയാണ് അബ്രാക്കഡാബ്ര എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. എങ്ങനെയെന്ന് അറിയത്തില്ല. ശരിക്കും എബ്രായറിൽ നിന്നാണ്, അതായത് ഹീബ്രുവിൽ നിന്നാണ് ഈ മജീഷ്യൻസ് ഈ ഒരു വാക്കിനെ അവർ കടമെടുത്തത്. എന്നിട്ട് അവരാണ് അത് പബ്ലിസിറ്റി ചെയ്തത്. അബ്രാക്കഡാബ്ര എന്ന് കേൾക്കുമ്പോൾ മുന്നേ കേട്ടിട്ടുള്ളവർക്ക് അറിയാം, ഇത് മാജിക് ചെയ്യുന്ന ഒരു മജീഷ്യൻസ് യൂസ് ചെയ്യുന്ന ഒരു വാക്കായിട്ട് നിങ്ങൾക്കറിയാം. ആക്ച്വലി ഇത് നമ്മുടെ ബൈബിളിലുള്ള വാക്കാണ്. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ ദൈവം സകലതും സൃഷ്ടിച്ച ആ ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിക്കുന്ന അബ്രാക്കഡാബ്ര എന്ന്. അതല്ലാതെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളിത് ചെയ്യേണ്ട ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വാക്യം കൂടെ ഉണ്ട്. അത് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അതിലിങ്ങനെ പറയുന്നുണ്ട്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ അതുപോലെ സംഭവിക്കും. അതായത് സംശയം മനസ്സിൽ വയ്ക്കാതെ ദൈവനാമത്തിൽ ഇന്നത് സംഭവിക്കട്ടെ എന്ന് നമ്മൾ നമ്മുടെ വാ കൊണ്ട് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വാക്യമാണിത്. യേശു പറയുകയാണ്, നിങ്ങൾ സംശയിക്കാതെ നിങ്ങൾ വാ കൊണ്ട് ഈ കാര്യം നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ അത് സംഭവിക്കും. ഇതാണ് അബ്രാക്കഡാബ്ര. അതായത് ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിനോട് അറിയിക്കുന്നുവോ, ചിലവർക്ക് കടബാധ്യതയായിരിക്കാം, ചിലവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, ചിലവർക്ക് മറ്റു പല ആവശ്യങ്ങളും ആയിരിക്കാം. നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിനോട് അറിയിക്കുന്നുണ്ട്. അത് അങ്ങനെ ദൈവത്തെ അറിയിക്കുന്നത് ഈ ഒരു മെത്തേഡിലായിരിക്കണം എന്നാണ് കർത്താവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് ലഭിച്ചിരിക്കും എന്ന് സംശയമില്ലാതെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ വാ കൊണ്ട് ഏറ്റു പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ലഭിച്ചിരിക്കും. അതാണ്
അബ്രക്കഡബ്ര. ഇനി മുതൽ ആ വാക്ക് കേൾക്കുമ്പോൾ ഇത് മാജിക്കുകാർ അല്ലെങ്കിൽ മജീഷ്യന്മാർ യൂസ് ചെയ്യുന്ന വാക്കല്ല, പകരം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് വചനാടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിച്ച് തരുന്ന ഒരു വാക്കായിട്ട് ഓർമ്മിക്കുക. അബ്രക്കഡബ്ര. ഐ ക്രിയേറ്റ് ആസ് ഐ സ്പീക്ക്. ഞാൻ എന്ത് പറയുന്നുവോ അത് അതുപോലെ സംഭവിക്കും. ബ്ലസ് യു. As I speak, and I carry power. The Holy Ghost lives in me. My words are a weapon to